അൽഷ, ഇന്ന് പല കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ പണ്ടൊക്കെ അവർ ഏതെങ്കിലും സെലിബ്രിറ്റി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡിങ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യും. അങ്ങനെയാണ് അവരുടെ ബ്രാൻഡ് ശരിക്ക് കസ്റ്റമേഴ്സ് മുന്നിൽ എത്തിക്കുന്നത്. ഇന്ന് ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ശരിക്കും ഈ ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യാൻ ഭരിക്കുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് അല്ലേ? അതെ അതെ, കറക്റ്റാണ്. പക്ഷേ ഇന്ന് പല ബ്രാൻഡുകൾ അവരുടെ ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫാക്ടേഴ്സുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞു വെച്ചാൽ അത് കൃത്യമായിട്ട് ഒരു ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ പർട്ടിക്കുലർ ഇൻഫ്ലുവൻസറുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതെ. പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പല ഫേക്ക് ഫോളോവേഴ്സ് ഉണ്ടാവും, ഫേക്ക് ലൈക്കുകൾ ഉണ്ടാവും. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഇൻഫ്ലുവൻസറായിട്ട് കൊളാബറേറ്റ് ചെയ്തു, പക്ഷേ അത് ഫേക്കുള്ള ഒരു ഫോളോവേഴ്സ്, ഫേക്കുള്ള ലൈക്സ് ആണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്തില്ല. കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ആ ചൂസ് ചെയ്ത ഇൻഫ്ലുവൻസർ ആക്ച്വലി തെറ്റാണ്. നമ്മളത് വേറെ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻഫ്ലുവൻസറിന് പോസിറ്റീവ് ഉള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും പബ്ലിക് ഫേസിൽ. നെഗറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ട്. നെഗറ്റീവായിട്ട് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഡക്റ്റിലേക്കും നമ്മുടെ ബ്രാൻഡിലേക്കും അത് ബാധിക്കും. അത് ഒബ്വിയസ്ലി ഡയറക്റ്റ്ലി ആയാലും ഇൻഡയറക്റ്റ്ലി ആയാലും നമ്മുടെ ബിസിനസ്സിലെ ബാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും ആക്റ്റീവ് ഉള്ളത്, അവിടെ തന്നെയാണോ നമ്മുടെ കസ്റ്റമർ കൂടി ഈ പ്രസൻസ് ഉള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർ വേറെ പ്ലാറ്റ്ഫോമാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് വേറെ പ്ലാറ്റ്ഫോമാണ്. തീർച്ചയായിട്ടും ഈ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നമ്മുടെ പ്രൊഡക്റ്റോ ബ്രാൻഡിങ്ങോ കാര്യമൊന്നും എത്തുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് മേജർ ഒരു 3 കാര്യങ്ങൾ നമ്മുടെ ഏത് ഇൻഫ്ലുവൻസറുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കണം അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പം രാജു പറഞ്ഞ 3 പോയിന്റുകളായിരുന്നു. യെസ്. ഒന്ന്, നമ്മുടെ ഫോളോവേഴ്സ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസറിന്റെ ഫോളോവേഴ്സ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അത് ഏജ് ആയിക്കോട്ടെ, ജെൻഡർ ആയിക്കോട്ടെ. രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു അവരുടെ ഒരു ബ്രാൻഡിന്റെ ഇമേജ്, അവരുടെ ഒരു ഫേസ് വാല്യൂ മാർക്കറ്റിലുള്ള. കാരണം അത് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നേരത്തെ ഇതിനു മുമ്പ് പ്രയറായിട്ട് ആള് ഇൻവോൾവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആള് ഉൾപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രാൻഡിനെ സ്വാഭാവികം ബാധിക്കും. മൂന്നാമത്തെ കേസായിരുന്നു ആ ഒരു പർട്ടിക്കുലർ ഇൻഫ്ലുവൻസർ ഏത് മീഡിയത്തിലാണ്, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത്. അത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമ്മൾ ആ ഇൻഫ്ലുവൻസറിനെ ചൂസ് ചെയ്യും. തീർച്ചയായിട്ടും. ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. നമുക്ക് അറിയാലോ, മൈജി ബ്രാൻഡ് അറിയാലോ. മൈജി ഒരു ഏകദേശം 10-4,000 കോടി ടേൺ ഓവർ ചെയ്യുന്ന 140+ ഔട്ട്ലെറ്റ് ഉള്ള ഒരു ഔട്ട്ലെറ്റ് ബ്രാൻഡാണ്. അപ്പം മൈജി കുറച്ച് നാളായി, ഒരു 5-6 മാസമായിട്ട് ഒരു ഇൻഫ്ലുവൻസറുമായിട്ട് ടൈപ്പായി. ഇൻസ്റ്റഗ്രാമാണ് അവർ മെയിൻ ആയിട്ട് ആ ഇൻഫ്ലുവൻസറായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിനെ എൻഹാൻസ് ചെയ്യാൻ അവരുടെ മെയിൻ അജണ്ട. ഇപ്പോൾ അവരുടെ ഫോളോവേഴ്സ് 2.4 മില്യൺ ആയിട്ടുണ്ട്. വെറും 20 ദിവസം കൊണ്ടാണ് 500K ഫോളോവേഴ്സ് കൂടിയത്. 20 ദിവസം കൊണ്ട്. കാരണം ഈ 3 ആഴ്ച മുമ്പ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 1.9 മില്യണേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പൊ 2.4 മില്യൺ ആയി. അപ്പം അവരുടെ അജണ്ട അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് കൂട്ടുക എന്നുള്ളതോ, അവർക്ക് വേറൊന്നും മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഫോളോവർ റേറ്റ് കൂട്ടുക. ഇതിന് നമുക്കറിയാലോ, പല കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ സെലിബ്രിറ്റീസിനും കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് അവരുമായിട്ട് എൻഡോഴ്സ് ചെയ്തത്. ഇപ്പം അവരുമായിട്ടൊന്ന് എൻഡോഴ്സ് ചെയ്തിട്ട് അവർക്ക് ആ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മെയിൻ അജണ്ട ഇതായിരുന്നു, അവർക്ക് അവരുടെ കോണ്ടന്റ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇപ്പം നമുക്കറിയാലോ, നമുക്ക് ഒരു 10 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ 1 മില്യൺ ആളുകൾ നമ്മുടെ കോണ്ടന്റുകൾ കാണും. അതിലൊരു 10% ആളുകൾ നമ്മുടെ ഓരോ കോണ്ടന്റ് അഗൈൻസ്റ്റ് ആയിട്ട് എൻഗേജ്മെന്റ്, ലൈക്കോ കമന്റോ ചെയ്യും. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അവരുടെ വീഡിയോ നോക്കണേ ഇവർ 2.5 മില്യൺ 2.4 മില്യൺ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ബെയർ മിനിമം അവരുടെ വീഡിയോസ് എല്ലാം ഒരു 250K മേലുള്ള ആളുകൾ കാണുന്നുണ്ട്. ഇതാണ് അവരുടെ മെയിൻ അജണ്ട. അവരുടെ കോണ്ടന്റുകൾ കൂടുതലായുള്ള, നമ്മൾ അറിയാലോ ഇൻസ്റ്റാഗ്രാം കൂടുതൽ ഉപയോഗിക്കുന്ന ജെൻസീസ്, അതിലേക്ക് മാക്സിമം കൺസ്യൂം ചെയ്യിപ്പിക്കും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസറിനെ ചൂസ് ചെയ്തിട്ടുള്ള അവർക്ക് കിട്ടിയ ബെനിഫിറ്റ് ആണ്. കറക്റ്റാണ്. രാജു പറഞ്ഞത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ അൽഷയും ഒരുപാട് എഡിഷൻ കിടന്നുണ്ട്. അതും ശരിക്കും നമുക്ക് ശ്രദ്ധിക്കുന്ന കാര്യമാണ്. താങ്ക് യു.